ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിന് ഭയങ്കര എംഫസിസ് ഉള്ളൊരു സിനിമയാണ്. കാരണം വിഷ്വൽസ് ഒരു എക്സ്ട്രാവഗന്റ് വിഷ്വൽസ് ആണ്. അപ്പോൾ വെറും വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് ഓഡിയൻസിലേക്ക് എത്രത്തോളം എത്തിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു സ്കോർ തന്നെ വേണം അതിൽ. പക്ഷേ വല്ലാതെ ഇൻ്റർനാഷണൽ ആവാനും പാടില്ല. അതിൽ മിക്സ് ഓഫ് ഇന്ത്യൻ. അപ്പം ഞാൻ എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്തിട്ടുണ്ട് അതിനെ ഒരു 2-3 മടങ്ങ് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ മ്യൂസിക് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ വേറൊരു പയ്യനുണ്ട്, കുറേ ലുടുക്ക് സാധനങ്ങളുണ്ട്, ചട്ടി മദ്ദളം, ഇതിനൊക്കെ ഓരോ പേരും പറഞ്ഞു. ഇതൊക്കെ അടിച്ച് കൊട്ടി. നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് കൊട്ടി നോക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരത് ഒരു നല്ല രസമുള്ള ട്യൂണാക്കി. റെയിൻ മേക്കർ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യമോ. പെർക്കഷൻസ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ചെണ്ട വായിക്കുന്നതാണ്. പുള്ളി കുറേ പെർക്കഷൻസ് വായിക്കും. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു. കുറേ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് വന്ന്. ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറേ നമ്മൾ പോയി അവിടെ പോയി നോക്കി കുട്ടി നോക്കിയിട്ടൊക്കെ കുറേ ഇൻസ്ട്രുമെന്റ്സ് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ റൂമിലിരുന്ന് നമ്മൾ ഓരോന്ന് സാമ്പിൾ ചെയ്ത് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കലിമ്പ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് നോർമലായിട്ട് പ്ലേ ചെയ്യുന്നതിന് പകരം തിരിച്ച് മുട്ടി അങ്ങനെ അതിൻ്റെ അകത്ത് വേറൊരു സൗണ്ട് ഉണ്ടാക്കാൻ നോക്കി. എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാം മുതൽ ലൈവാണ്. സുഷിൻ ഇതില് കുറേ വോക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. സതീഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഞ്ജു ബ്രഹ്മശ്രീ, അതുമാതിരി ഓരോ ഫൈനലിൽ ആ ഒരു വാർ മാതിരി ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതവന് എൻ്റെ അടുത്ത് വെച്ച് ഹെവി മെറ്റൽ ചെയ്തല്ലേ ചെയ്തു. ഗിറ്റാർസ് പ്ലേ ചെയ്തത് വരുൺ രാജാണ്. എൻ്റെ ബാൻഡിൻ്റെ ഡൗൺ പ്രോഡക്ട്സിലെ ഗിറ്റാറിസ്റ്റാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റ്. ഭയങ്കര കെമിസ്ട്രിയാണ് നമ്മൾ രണ്ടാളും തമ്മിൽ. മനസ്സിലെന്ത് കാണുന്നു പുള്ളി മനത്ത് കാണും. അങ്ങനെ നന്നായിട്ട് ചെയ്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാറിന്റെ ഒരു സൗണ്ട് തന്നത് ആക്ച്വലി അഞ്ജു ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞിട്ട് സിംഗറുണ്ട്. അവളാണ് കുറച്ച് ഭയങ്കര മംഗോളിയൻ ടൈപ്പ് കുറെ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കി. ഒത്തിരി ഫ്ലെക്സിബിൾ ആണ് അവള്. ഇപ്പോൾ ക്ലാസിക്കലും പാടും, അങ്ങനത്തെ എല്ലാ സംഭവം. ഇപ്പൊ പടത്തിൽ ത്രൂ ഔട്ട് ടൈറ്റിൽസ് മുതൽ അവളെ വോയിസ് ഉണ്ട്. Usually, even some big composers, when you ask them to do the re-recording, they find it a bit difficult. But I found this boy quite brilliant. His ideas are modern, and even the music, it suits the scenes very aptly. അങ്ങനെയുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല മ്യൂസിക് സെൻസ്. അതുകൊണ്ട് ഈ പടത്തിൽ തന്ന ഫ്രീഡം എന്ന് പറഞ്ഞത് എനിക്കെന്താണോ പടത്തിൽ തോന്നുന്നത്, അതായത് എനിക്ക് മ്യൂസിക്കലി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കൺവേ ചെയ്യേണ്ടത് അത് അങ്ങ് ചെയ്തോന്നാണ്.
ഫ്ലൂട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെയ്യണ ചെന്നൈ മാജിക്. ഇത് എക്സാജറേറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഡല്ല, പ്യുവർ മാജിക്. അതിൽ ചില അവൻ ചെയ്തിട്ടുള്ള അത് ഭയങ്കരമായിട്ട് ഇമോഷണലാക്കി. ചില ട്യൂൺസ് എന്താ എൻ്റെ ദേഹത്ത് എവിടേക്കാണ് ബാക്കിയുള്ള മുടിയൊക്കെ ഉള്ള ചിലതൊക്കെ എന്നെ കുത്താനുള്ളത്. ഞാനും ശശിനും ഇനിയും കുറേ സിനിമകളൊന്നും ചെയ്യും.